കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങളിൽ കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. ഈശ്വരരുമറിയുള്ളവരെ, വിശുദ്ധ ഗ്രന്ഥത്തില് സമ്പത്തിന് നോട്ടമിട്ട ഒരു മനുഷ്യന് സർവ്വതും നഷ്ടപ്പെട്ട ഒരു വലിയ ദുരവസ്ഥ ലോത്തിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട്. മനുഷ്യൻ്റെ എക്കാലത്തെയും ഒരു ആഗ്രഹം ഒരുപാട് മനുഷ്യരുടെ ജീവിതത്തിൽ പരാജയപ്പെടുവാൻ ഒരു കാരണം സമ്പത്തിൽ നോട്ടമിട്ടു എന്നുള്ളതാണ്. സമ്പത്തിൽ ലക്ഷ്യമിട്ട് ദൈവത്തെക്കാളും ഉപരി, ബന്ധങ്ങളെക്കാളും ഉപരി, സ്വന്തങ്ങളെക്കാളും ഉപരി സമ്പത്തിനെ വലിയ കാര്യമായി നടക്കുന്ന, ഹൃദയത്തിൽ പണത്തിന് വലിയ സ്ഥാനം കൊടുക്കുന്ന, അത് മണ്ണാകാം, പൊന്നാകാം, ചില അധികാരങ്ങളാകാം. കൂടപ്പിറപ്പിനെ മാനിക്കാതെ കൂട്ടിന് കൊണ്ടുവന്ന ആളാണ് ലോത്ത്. അബ്രാഹാം തൻ്റെ കൂട്ടിന് കൊണ്ടുവന്ന ലോത്ത് തൻ്റെ സഹോദരപുത്രൻ ആഗ്രഹിക്കുന്ന സമ്പത്ത് മുഴുവനും അവൻ സ്വന്തമാക്കിയപ്പോൾ പിന്നെ നമ്മൾ കാണുന്നത് അഗ്നിയും ഗന്ധവും അയച്ച് ദൈവം ആ ദേശം അഗ്നിക്കിരയാക്കുകയാണ്. എന്നിട്ട് ഒന്നുപോലും കൈവശമാക്കാൻ കഴിയാതെ സമ്പത്തിൽ മാത്രം നോട്ടമിട്ട മനുഷ്യൻ തൻ്റെ 2 പെൺമക്കളുമായി ചേർന്ന് 2 ജനതയ്ക്ക് ജന്മം കൊടുക്കുകയാണ്. ജീവിതത്തിൽ പല നാശങ്ങൾക്കും കാരണം സമ്പത്താണ്. അതുകൊണ്ടാണ് തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്നത്, ധനവാന്മാരാകണമെന്ന് ആഗ്രഹിക്കുന്നവർ എല്ലാ പ്രലോഭനങ്ങളിൽ ചെന്ന് ചാടുന്നു. ധനമോഹമാണ് എല്ലാ തിന്മയുടെയും അടിസ്ഥാന കാരണമെന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ സമ്പത്തിലേക്ക് കൂടുതലാകുമ്പോൾ നാശം നമ്മുടെ അരികിലെത്തിയെന്ന് ഈ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൽ ലക്ഷ്യമിട്ട്, ദൈവത്തിൽ നോട്ടമിട്ട്, ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി ഒരു ജീവിതം നയിക്കുവാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഞങ്ങൾക്ക് നൽകണമേ. ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കുവാൻ കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹൃദയം കൊണ്ടിത്തിരി ദയ കാട്ടുക, ഉള്ളിൻ്റെ ഉള്ളൊന്നു തള്ളി തുറക്കുക. ഹൃദയം കൊണ്ടിത്തിരി ദയ കാട്ടുക. മാമലനാടുപോൽ മാനസമാകെ സ്നേഹവൃക്ഷങ്ങൾക്കു ഫലം കൂട്ടുക. സ്നേഹവൃക്ഷങ്ങൾക്കു ഫലം കൂട്ടുക. ഉള്ളിൻ്റെ ഉള്ളൊന്നു തള്ളി തുറക്കുക. ഹൃദയം കൊണ്ടിത്തിരി ദയ കാട്ടുക. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ.